ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയാലോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ കുറച്ച് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയി കേട്ടോ. ഫസ്റ്റ് ഒന്നും കാണിച്ചില്ല. എണ്ണ ഒഴിച്ച് നമ്മൾ കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ കറിവേപ്പിലയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഫസ്റ്റ്. പിന്നെ വലിയ രീതിയിലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയാണ്, എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ ഷേപ്പിലാവണം. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു അരമണിക്കൂർ ചിക്കൻ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ബ്രൗൺ കളറാക്കാൻ. അതിന് ശേഷം അത് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കുറച്ച് മുളക് പൊടി ഇടാം. അതെന്തിനെന്ന് വെച്ചാൽ ഈ മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയാണ്, കറിക്കൊരു നല്ല ലൈറ്റ് കളറാവാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഡാർക്ക് കളറാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞ് ഒരുപാട് ഡാർക്കും ആവാനും പാടില്ല. അപ്പോൾ നമ്മളിത് ഈ ഉള്ളി വഴറ്റിയതിന് ശേഷം ഈ മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒരു കളർ ചേഞ്ച് വരുന്ന രീതിയിൽ ചെയ്യണം. അതിനുശേഷം ഒത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇടണം. കുരുമുളക് പൊടി നന്നായി പൊടിഞ്ഞിട്ടില്ല, പക്ഷേ അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പക്ഷേ അടിയിലൊക്കെ ഒത്തിരി പോലും പിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നതുപോലെ വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, ആ ചിക്കൻ നമുക്ക് ഇതിൽ കൂടെ ഇട്ട് ഒത്തിരി ഇളക്കുകയും കൂടെ വേണം. അപ്പം നമുക്കിതിൽ ചിക്കൻ തട്ടിയിടാം. അതിൽ വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കരുത്. തൽക്കാലത്തേക്ക് ഇത് തട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഇത് ഒത്തിരി നേരം ഇളക്കിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിക്കണം. എന്തെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് മതി, അങ്ങനെ ഇട്ട് വേവിക്കണം. അല്ലാതെ ഇതിൽ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് ഇതിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. നമുക്ക് ഇത് ഈ ഉള്ളിയും സവാളയും എല്ലാം കൂടെ ഇതിലോട്ട് ഒന്ന് അരപ്പ് പിടിക്കാനായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിൽ വെള്ളവും കൂടെ ഒഴിക്കാവൂ. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ചൂട് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ചൂട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വെന്തതിന് ശേഷം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചിക്കൻ കറി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇതിൽ ലാസ്റ്റ് ഒരു ചേരുവയും കൂടെ ഇടണം, കറി മസാല. അതും കൂടെ ഇട്ടിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.